നമസ്തേ. നമസ്തേ. നമസ്തേ മാസ്റ്റർ. മാസ്റ്റർ, ഞാൻ മാസ്റ്ററുടെ അടുത്ത് കോഴ്സിന് പഠിക്കാൻ വന്നപ്പോൾ മുതൽ മാസ്റ്ററുടെ ഈ യോഗ പ്രാണവിദ്യ പഠിക്കാനുള്ള പാഷനും അതുപോലെ തന്നെ മാസ്റ്ററിലുള്ള അറിവിനേക്കാൾ ഉപരി മാസ്റ്ററുടെ ഫോക്കസും അതുപോലെ ഡിവോഷനും ഗുരുക്കന്മാരോടുള്ള ഡിവോഷനും ഡിറ്റർമിനേഷനും ഒക്കെ വല്ലാതെ ഞാൻ അത്ഭുതത്തോടു കൂടി നോക്കിയിട്ടുണ്ട്. ഞാൻ നേരിട്ട് ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ അടുത്ത് പോകാത്തതും കൂടെ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇല്ല. അപ്പോൾ ഞാനിത് ക്യൂരിയസ്ലി ഞാൻ ഇപ്പോഴും നോക്കി കാണുന്ന ഒരു വിഷയമാണത്. അപ്പോൾ ഇത് മാസ്റ്ററുടെ വലിയൊരു ക്വാളിറ്റി ആയിട്ടും ഞാൻ കരുതുന്നുണ്ട്. അപ്പോൾ ഇത് മാസ്റ്റർ വളരെ ചെറിയ പ്രായത്തിൽ പരിശീലകരായതാണെന്ന് മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആയിരുന്നു. വളരെ ചെറിയ പ്രായത്തിൽ ഒരുപാട് കുട്ടികളെയും പ്രായവരെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം പ്രാണവിദ്യ പഠിച്ചു, അതിൻ്റെ ട്രെയിനർഷിപ്പ് എടുത്തു. ഷാർലറ്റിനാൽ എല്ലാ കോഴ്സുകളും ഇപ്പോൾ ട്രെയിനർഷിപ്പ് ഓൾ ഇന്ത്യ ലെവലിൽ, ഓൾ വേൾഡ് ലെവലിലൊക്കെ മാസ്റ്റർക്ക് ഒരുപാട് ശിഷ്യന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വളരെ ചെറിയ പ്രായത്തിൽ മാസ്റ്റർക്ക് പ്രാണവിദ്യ ഹീലിങ്ങിലേക്കും അതിൻ്റെ ടീച്ചിങ്ങിലേക്കും ആകർഷിച്ച മാസ്റ്ററിൻ്റെ എന്താണ് ഇതിലേക്ക് കൂടുതൽ ആകർഷിച്ചത് എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു അതിനൊരു കാരണം കണ്ടെത്താനായിട്ട് പറ്റണില്ലെങ്കിലും ഞാൻ എന്തെങ്കിലും പറഞ്ഞല്ലേ പറ്റുള്ളൂ. ഇല്ലാത്തതല്ലല്ലോ, ഇല്ലാത്തത് പറയാനും പറ്റില്ലല്ലോ. ഞാൻ വളരെ ചെറുപ്പത്തിലെ തന്നെ വല്ലവർക്കും അസുഖമൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് ആദ്യം പറയേണ്ടത്, ഞാൻ എൻ്റെ അമ്മയുടെ തറവാട്ടിൽ താമസിക്കുമ്പോൾ അവിടെ ഈ 10 സെൻറ്റ് കൊടുത്തിട്ടുള്ള അറ്റത്തൊക്കെ താമസിക്കുന്ന വീട്ടുകാരിൽ ഒരു വളരെ വയോധികനായിട്ടുള്ള ഒരാളെ എനിക്ക് പനിയൊക്കെയുള്ള സമയത്ത് അവിടേക്ക് അമ്മയുടെ തറവാട്ടിലേക്ക് കൊണ്ടുവന്ന് രാത്രിയാകുമ്പോൾ നല്ല പനിയൊക്കെയുള്ള സമയത്ത്, അന്ന് ഡോക്ടറെ കാണണമെങ്കിൽ കുറേ ദൂരം പോകേണ്ട ഗ്രാമത്തിലായതുകൊണ്ട് അവിടേക്ക് ഒരു വയസ്സായ ഒരു റാന്തൽ വിളക്കായിട്ട് അദ്ദേഹം ഇരുന്ന് എന്തൊക്കെയോ ചെയ്യുക. അതൊന്നും എനിക്കിപ്പോൾ അത്ര വ്യക്തമായിട്ട് ഓർമ്മയില്ല എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. എന്നെ അവിടെ ഉമ്മർത്തിരുത്തി എന്നിട്ട് അദ്ദേഹം ഇരുന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഒരു ഓർമ്മ എനിക്ക് വളരെ കുഞ്ഞായിരിക്കുമ്പോഴുള്ള ഓർമ്മകളാണ് അതൊക്കെ. അങ്ങനെ ഊതിയിട്ട് വേർത്തു കോട്ടുവായിട്ടു എന്നൊക്കെ പറയണം. അത് ഇപ്പോഴും വളരെ ചെറുതായി എനിക്ക് എങ്ങനെ ഇത്ര ഓർമ്മ നിൽക്കണമെന്ന് എനിക്ക് തന്നെ സംശയം. അപ്പോൾ ഞാനത് ഇങ്ങനെ കണ്ടിട്ട് അത് എന്താണെന്ന് എനിക്കറിയില്ല. പിന്നീട് ഞാനതിങ്ങനെ പലപ്പോഴും ഇങ്ങനെ ഊതിയിട്ട് രോഗങ്ങളെ കളയാന്ന് കേൾക്കാറുണ്ട്. പലരും ഊതിയിട്ട് രോഗങ്ങളെ കളയുന്നതും, പാമ്പിനെ അവിടെ അടുത്തൊരു മന വീടുണ്ട്, ആ വീട്ടിൽ പാമ്പ് കടിച്ചാൽ അവിടേക്ക് ആ വൈദ്യൻ അകലിൽ നിന്ന് തന്നെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടെന്ന് ചികിത്സ ചെയ്യുന്നത്. ഞാനതൊന്നും നേരിട്ട് എനിക്ക് അനുഭവമില്ല. എൻ്റെ ഫാദർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നുകൊണ്ട് ഗ്രാമത്തിലധികം താമസിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്നാലും അവിടെ നിന്നൊക്കെ കേട്ടിട്ടുള്ള അറിവ് വെച്ച് ഞാനിങ്ങനത്തെ കുറച്ച് അതീന്ദ്രിയമായിട്ടുള്ള കാര്യങ്ങൾ, അതീന്ദ്രിയം എന്ന് പറഞ്ഞ കാര്യങ്ങൾ എത്രമാത്രം അതീന്ദ്രിയമാണോ എന്നുള്ളത് സംശയമാണെങ്കിലും, ഇത് ചില ഒരു അങ്കിഡ്സൺ, അതായത് യോഗി രാമചരക എഴുതിയ സൈക്കിക് ഹീലിംഗ് എന്ന് പറഞ്ഞൊരു പുസ്തകത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മാസ്റ്റർ പ്രാണിക് ഹീലിംഗ് എന്നുള്ള സബ്ജക്റ്റും സിലബസും ഒക്കെ തയ്യാറാക്കിയത്. ആ ബുക്കാണ് മാസ്റ്റർക്ക് മോട്ടിവേഷൻ ഉണ്ടായത്. അതേപോലെ എനിക്ക് ചില പരിചയം ഉണ്ടായിരുന്ന വീട്ടുകളിലെ കുട്ടികൾക്കൊക്കെ വയ്യാതാവുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് വിഷ്ണു എന്നൊക്കെ പറയുന്ന കുട്ടികൾ. ഞാൻ അവർക്ക് പനിയൊക്കെ വരുമ്പോൾ അവരെ ഞാനിങ്ങനെ ക്ലീൻ ചെയ്യും. ഇങ്ങനെ പനി പോട്ടെ, അത് എൻ്റെ ഒരു മനസ്സിൽ ഒരു സൈക്കിക് ആണ്. അവർക്ക് തോന്നുകയാണ് ഞാനെടുത്ത് അവരുടെ അസുഖത്തെ കളയണം. ജനലിൽ കൂടെ ഇങ്ങനെ എടുത്ത് ഞാനിങ്ങനെ എറിഞ്ഞ് കളയുമായിരുന്നു. ഇതൊന്നും അറിയാത്തൊരു കാലഘട്ടത്തിലെ കാര്യമാണ് പറയുന്നത്. ഞാൻ എടുത്ത് കളയുമ്പോൾ കുറേ കഴിയുമ്പോൾ കുട്ടി വേർക്കും. അപ്പോൾ എനിക്ക് മനസ്സിലാവും ഞാനിത് ചെയ്ത ആക്ഷൻ കൊണ്ട് കുട്ടിയുടെ ഉള്ളിൽ തന്നെ സ്വയം പ്രവർത്തനം ചെയ്ത് അവൻ്റെ വിശ്വാസം കൊണ്ട് അത് മാറി. അപ്പോൾ ആ വിശ്വാസം എന്ന് പറഞ്ഞൊരു കാര്യം കൊണ്ട് അത് മാറുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്കപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അല്ലാതെ ഞാൻ ഈ എടുത്ത് കളഞ്ഞതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുമാതിരി വീട്ടിലും കുട്ടികൾക്കൊക്കെ ഇതേപോലെ തന്നെ ഞാൻ ഇടയ്ക്ക് എൻ്റെ ഇത് സക്സസ് ആയതുകൊണ്ട് തന്നെ
ഞാനിങ്ങനെ ഇവരൊക്കെ രോഗം മാറ്റും. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ളത് ഞാനിങ്ങനെ കാണിക്കുമ്പോൾ അവരുടെ മനസ്സിൽ അത് മാറി എന്ന് വിചാരിക്കുക, അതിനൊരു ശക്തി അവർക്ക് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് എൻ്റെ ഉള്ളിലൊരു അവബോധം. അപ്പോൾ എൻ്റെ അമ്മ പല തവണ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ പനിച്ച് തീരെ വയ്യാതെ കിടക്കുന്ന സമയത്ത് ഓരോ അസുഖങ്ങൾ പിടിച്ച് മേടിക്കും. അല്ലെങ്കിൽ ഞാനിങ്ങനെ കുട്ടികളടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ വയ്യാന്ന് പറയുമ്പോൾ അവിടെ തീരെ വയ്യാതൊക്കെ ഇരിക്കുന്ന ആ ചുറ്റുഭാഗത്തുള്ള കുട്ടികളൊക്കെ അവിടെ കളിയൊക്കെ നടക്കുമ്പോൾ വന്നിരിക്കും, ശ്വാസം മുട്ടലും ഒക്കെ ആയിട്ട്, ബ്രീത്ത്ലെസ് ആയിട്ട്, ആസ്മയൊക്കെ ആയിട്ടുള്ള കുട്ടികൾ. അപ്പോൾ അവർക്കൊക്കെ ഞാനിതിങ്ങനെ പോട്ടെ, നിൻ്റെ അസുഖം പോട്ടെ, പണ്ട് കോരിത്തണ്ട കാണിച്ചത് ആണോ എന്നറിയില്ല, എൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഇങ്ങനെ ചെയ്യും. എൻ്റെ ചെയ്യൽ കാണുമ്പോൾ, എൻ്റെ അഭിനയം കാണുമ്പോൾ ഞാൻ എന്തോ ഒരു മഹാവ്യാധിനെ അവിടെ നിന്ന് എടുക്കണതായിട്ട് അവർക്ക് തോന്നുമ്പോൾ അത്ര ഗംഭീരമായിട്ട് സിൻസിയറായിട്ട് ചെയ്യുക. പക്ഷെ എനിക്കറിയില്ല ഞാനിതിന് എടുക്കുന്നുണ്ടെന്നേ. ഇത് എറിഞ്ഞ് കളയുന്നുണ്ട്, അത് തിരിച്ച് എന്നിലേക്ക് തന്നെയാണ് ഈ വരുന്നത്. ആരെയാണ് എടുത്ത് കളഞ്ഞത്, അതിനോടുള്ള ദേഷ്യം തീർക്കാൻ എന്നിലേക്ക് വരുന്നു, അത് തിരിച്ചു വരുന്നു എന്നുള്ള ഒരു ബോധമുണ്ടായിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ അമ്മ പറഞ്ഞത് ഓരോ കാര്യത്തിന് നിൽക്കുക, ഇനി ഇതുപോലെ 8-10 ദിവസം പനിച്ച് കിടക്കും ഇപ്പോൾ എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് വല്ല ബുദ്ധിയില്ലാത്തതുകൊണ്ട് അമ്മ പറയണമെന്ന് വിചാരിക്കുക. നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ ഭയങ്കര ബുദ്ധിയുള്ള ആളുകളും അമ്മയ്ക്ക് അച്ഛനൊന്നും ബുദ്ധിയില്ല എന്നുള്ളത് നമ്മൾ വിചാരിക്കുക. അപ്പം ഞാനത് പലപ്പോഴും അങ്ങനെ ഇപ്പോഴും എനിക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടായില്ല. പക്ഷേ ഇങ്ങനെ ഗുരുക്കന്മാരോടുള്ള ഒരു സ്നേഹം, ഈ ഹീലിംഗ് സംവിധാനം ഇങ്ങനെ നടക്കുന്നതിലേക്ക് എന്നെ ആകർഷിക്കപ്പെട്ടത് അങ്ങനെയല്ല. ഞാൻ പണ്ട് സിലോണിൽ പോയിട്ട് അവിടുത്തെ ഒരു സ്ഥലത്ത് ഇൻ്റർനാഷണൽ ഫൈറ്റിങ്, കരാട്ടെ ഫൈറ്റിങ് നടക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട്, ഞാനന്ന് ചെറുതാണ്, എനിക്കത്ര പ്രായമില്ല, 18-19 വയസ്സൊക്കെ ആയിട്ടുള്ള സമയത്താണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ നല്ല ഫൈറ്ററൊക്കെ ആയിരുന്നു. നാട്ടിലാകുമ്പോൾ ഞാൻ നല്ല ഫൈറ്ററായിരുന്നു. എനിക്ക് അങ്ങനെ കുറേ അംഗീകാരമൊക്കെ ഉണ്ടായിരുന്നു. ഞാനവിടെ ആ സ്ഥലം നുറേലി, അവിടെ ഏറ്റവും വലിയ ഹിൽ ഏരിയയാണ്. അവിടെ ഭയങ്കര തണുപ്പ്, നമ്മുടെ കാശ്മീർ പോലെയുള്ളൊരു സ്ഥലമാണ്. വായുദൂത് എന്ന് പറഞ്ഞാൽ അവരുടെ സംരക്ഷണ കേന്ദ്രമൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അവിടെ കൊടും തണുപ്പാണ്, ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ നമുക്കിങ്ങനെ വിറയ്ക്കും. അവിടെയുള്ള ആളുകൾക്കൊന്നും കുഴപ്പമില്ല, പക്ഷെ നമുക്ക് ആ പ്രകൃതി ശീലമില്ലാത്തതുകൊണ്ടേ അങ്ങനെ ഫൈറ്റിങ്ങിന് കളത്തിലിറങ്ങിയാൽ പിന്നെ നമ്മൾ ചൂടാവില്ല. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കാത്തിരിക്കുമ്പോൾ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും. പിന്നെ ഫൈറ്റിന് വിളിക്കുമ്പോൾ നമ്മളെ വന്ന് നമ്മുടെ കൂടെ നിൽക്കണം, ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നതൊക്കെ 5th ഡാൻ അങ്ങനത്തെ വലിയ മല്ലന്മാരെ പോലത്തെ സൈസായിട്ടുള്ള വലിയ പ്രായമുള്ള ആളുകളൊക്കെയാണ്. അപ്പോൾ പക്ഷേ എനിക്ക് എൻ്റെ ഒരു പ്രാക്ടീസിനെ കുറിച്ച് നല്ല ബോധ്യം, ഞാൻ വളരെ ഡെഡിക്കേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണതും അന്നും ഞാൻ പഠിപ്പിക്കുന്നുണ്ട് ആളുകളെ നാട്ടിലൊക്കെ. എനിക്ക് ആ ഒരു ഉള്ളിലൊരു ഇൻറ്റേർണൽ ഒരു കോൺഫിഡൻസ് എനിക്ക് എപ്പോഴും ഉള്ളതാണ്. എന്ത് കാര്യത്തിലും ചെയ്യുമ്പോൾ അത് പൂർണ്ണമായി നടക്കുന്നുള്ള ബോധ്യമുള്ള ആളാണ് ഞാൻ ചെയ്യാൻ വിചാരിച്ചാൽ. അങ്ങനെ ഫൈറ്റിന് നിൽക്കുമ്പോൾ അവരിൽ നിന്ന് അടി കിട്ടിയിട്ട് അവിടെ നിന്ന് അടി കിട്ടി ഞാൻ വീഴും, നിലം പരിശവും, വലിയ ഹൈ പവറിലാണ് അറ്റാക്ക് വരിക. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും അടി കൊള്ളാനൊന്നും അത്ര ഈസി ഒന്നല്ല എനിക്ക്. ഞാൻ അതിൻ്റെ ടെക്നിക്സ് ഉപയോഗിക്കും, തിരിച്ച് നല്ലപോലെ അറ്റാക്ക് ചെയ്യും. പക്ഷെ ചില നേരത്ത് അവരെ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ശ്വാസം നിൽക്കും. കാരണം ഈ റിബിലൊക്കെ അടി കിട്ടുക, പെട്ടെന്ന് ശ്വാസം നിൽക്കുമ്പോൾ നമ്മൾ വല്ലാതായിട്ട് വീണ് പോകും, അല്ലെങ്കിൽ ഗ്രോയിൻ അറ്റാക്ക് കിട്ടുമ്പോൾ. അപ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം ചെയ്യാനായിട്ടാണ് കുറച്ച് സീനിയർ ലെവൽ ടീച്ചേഴ്സ് അവിടെ ഇരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ അവർ നമ്മൾ എടുത്ത് പൊന്തിച്ചിട്ട് ചെവി പിടിച്ചിട്ട് പെട്ടെന്ന് മുകളിലേക്ക് ഒരു കുലുക്കൽ നിൽക്കും. അപ്പോൾ നമ്മുടെ ഗ്രോയിനൊക്കെ അടിച്ച് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റില്ല, വേദന കൊണ്ട് പടങ്ങ് പോകും. അതുപോലെ റിബിലൊക്കെ കിട്ടിയാൽ, ഇവിടെയൊക്കെ അബ്ഡോമിനിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ശ്വാസം നിൽക്കും. ശ്വാസം നിൽക്കുകയെന്ന് തോന്നുന്നത് നമുക്ക് ശ്വാസം കിട്ടണില്ല എന്ന് തോന്നും, അത്ര പോലെ ബുദ്ധിമുട്ടാവും. വീണ് കിടക്കുന്ന സമയത്ത് ചില സീനിയറായിട്ടുള്ള ചില ടീച്ചേഴ്സ് വന്നിട്ട് അവർ, അതായത് അപ്പോൾ ഞാനിങ്ങനെ അവർ വന്ന് എന്തൊക്കെയോ മന്ത്രിക്കണ പോലെ, എന്തോ ഇങ്ങനെ എനർജി എടുത്ത് എന്തോ ചെയ്യണ പോലെ ആകുമ്പോൾ ശ്വാസം കിട്ടും എനിക്ക്. അപ്പോൾ എനിക്കതൊരു അത്ഭുതമാണ്. അപ്പോൾ എനിക്ക് പിന്നെ ധൈര്യം വന്നു. കാരണം ഇനി എന്ത് വന്നാലും ഇവിടെ ഇരിക്കണ സാറുമാർ വന്ന് എന്നെ ശരിയാക്കിക്കോളും. രണ്ടാമതും പഴയ പൂർവ്വാരോഗ്യത്തിൽ ഞാൻ ഫൈറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് അവർ എന്തോ ഒരു ശക്തി എന്നിലേക്ക് പകർന്നു തന്നു എന്നുള്ള ഒരു വിശ്വാസവും ഒരു ധൈര്യവും ഒക്കെ എനിക്ക് പിന്നീടുള്ള ഫൈറ്റുകളിലൊക്കെ അതെനിക്ക് കാണിക്കാൻ പറ്റി. ധൈര്യം പോയില്ല.
അങ്ങനെ ഫൈറ്റ് ചെയ്തു. ഞാനന്ന് കുറച്ച് സ്ഥാനമാനങ്ങളൊക്കെ കിട്ടി. പിന്നെ അതിൽ നിന്ന് ഞാൻ അന്ന് അത് കണ്ടെങ്കിലും ഞാനത് ലോകത്ത് വളരെ കുറച്ച് പേർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത് അതിനു വേണ്ടി ഇങ്ങനെ എന്തോ ഒരു പ്രത്യേകത പഠിച്ചിട്ടുള്ള ആളുകളാണ്. അത് കരാട്ടയുടെ തന്നെ ഹയർ ലെവലിലുള്ള മാസ്റ്റേഴ്സ് തന്നെയാണ്. അപ്പോൾ അവർ ഹീലിംഗ് എന്നുള്ള വാക്ക് പോലും എനിക്കൊന്നും അറിയില്ല, എന്താണ് ഹീലിംഗ് എന്നൊന്നും അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഞാൻ എന്തിൽ വയ്ക്കുമോ എവിടെ വയ്ക്കുമോ ഏതൊരു സമയത്ത് ഒന്നും യാദൃശ്ചികമല്ല, എവറിതിങ് ഹാപ്പൻസ് ബിഹൈൻഡ് ദർ ഇസ് എ റീസൺ, ദർ ഇസ് എ ഗുഡ് റീസൺ എന്ന് പറയുമ്പോൾ എപ്പോഴോ എവിടെയോ ഞാൻ ജപ്പാനിലുള്ള ഒരു ഡോക്ടർ ഒരു പ്രത്യേകതരം ഹീലിംഗ് കണ്ടെത്തിയിട്ട് അത് നമ്മുടെ ഇന്ത്യ പല സ്ഥലങ്ങളും പരിശീലിക്കുന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ പുറകെ പോയി. എന്നോട് നമ്മുടെ ഒരു സിനിമ സ്റ്റാറിൻ്റെ ഒരു ബ്രദർ ആണ് എന്നോട് പറഞ്ഞത്, നമ്മുടെ നാട്ടിലെ മലയാളം. അപ്പോൾ അത് എന്നോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പല സ്ഥലങ്ങളിലും കയറി പറഞ്ഞ പോലെ കുറച്ച് നാളൊക്കെ അന്വേഷിച്ചിട്ടുണ്ട് ഇത് എവിടെ നിന്ന് അറിയാം. അവിടെ പല സ്ഥലത്ത് പോയപ്പോൾ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നുമല്ല അവിടെ പഠിപ്പിക്കുന്നത്. അവിടെ ആധ്യാത്മികമായിട്ടുള്ള പഠിപ്പിക്കലുകളാണ്. പക്ഷെ ആധ്യാത്മികമായി പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ചില ചോദ്യങ്ങളൊക്കെ നമ്മൾ നിഷ്കളമായ കുഞ്ഞുങ്ങളെ മാതിരി സംശയം ചോദിക്കുമല്ലോ, അറിയാണ്ട് ചോദിച്ചു പോകണതാണ്. അപ്പോൾ അവർക്ക് നമ്മളോട് എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്, ഇതൊക്കെയാണോ ഇങ്ങനത്തെ സംശയം എന്നല്ല, ഞങ്ങൾ പറഞ്ഞു കേട്ടാൽ മതി എന്നുള്ള രീതികൾ ആവിഷ്കരിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. പിന്നെ അവിടെ നിരാശരായിട്ട് മടങ്ങാറ് പതിവ്. പിന്നെ ഇങ്ങനെ റീക്കി പഠിപ്പിക്കുന്ന ഒരു ടീച്ചേഴ്സ് ഇവിടെ ഉണ്ടെന്നിട്ട് കുറേ പേരുടെ നമ്പറൊക്കെ എനിക്ക് തന്നു. അവരൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് മുൻകോപം വരിക, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരിക. അവരിങ്ങനെ ആദരണീയനായിട്ട് സംസാരിക്കാത്തതുണ്ടാവും. ഞാൻ എന്താ വെച്ചാൽ ഒരു ഇന്നസെൻസ് കൊണ്ടാണ്, വളരെ നിഷ്കളങ്കമായിട്ടാണ് ചോദ്യങ്ങൾ വരുള്ളൂ. ഇനി അവരെന്താ വിചാരിക്കാന്നില്ല. അങ്ങനെ ആകുമ്പോൾ അതെന്താ ഇങ്ങനെയാവണത്, അപ്പം ഇങ്ങനെയാകുമ്പോൾ ഇതെന്താ അങ്ങനെയാവണത് എന്ന് ചോദിക്കുമല്ലോ. അപ്പോൾ അവർക്ക് അത് ഇറിറ്റേഷനായിട്ട് അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ ഉത്തരം പറഞ്ഞു തരാൻ പറ്റാത്ത ആളുകളെ എങ്ങനെ പഠിക്കുക, അവരടുത്ത് പഠിക്കുക. നാം ചോദിച്ചൊരു കാര്യത്തിന് ചെറിയൊരു കാര്യത്തിന് ഉത്തരം പറയാൻ സാധിക്കണില്ല എന്ന് തോന്നുമ്പോൾ ഓക്കെ, ഞാൻ അവരോട് സോറി പറഞ്ഞ് ഞാൻ ഫോൺ വയ്ക്കും. എൻ്റെ വീട്ടിലന്ന് ഫോണുണ്ടെന്ന്. എൻ്റെ അച്ഛൻ്റെ ഇതിലായിരുന്നപ്പോൾ അച്ഛൻ എമർജൻസി സർവീസിലാണ്ട് ടെലിഫോൺ ഞങ്ങളുടെ വീട്ടിൽ ഉള്ളൂ. അന്ന് ലോകം ആ 10-60 ഫാമിലി ക്വാർട്ടേഴ്സുകളിൽ താമസിക്കുന്നതിൽ. അപ്പോൾ എനിക്ക് ഫോണൊക്കെ ഉണ്ടല്ലോ, ഫ്രീ ആയിട്ട് വിളിക്കാം ഇടയ്ക്ക്. അങ്ങനെ അവരുടെ നമ്പറുകളിലൊക്കെ വിളിച്ചു. പിന്നീട് അങ്ങനെ അത് കാലഹരണപ്പെട്ടു പോയി. പിന്നെ ഒരിക്കൽ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞ ഇത് പഠിപ്പിക്കുന്ന ആൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കെമിസ്ട്രി ഫിസിക്സ് പഠിക്കുന്ന ഭാര്യയും ഭർത്താവാണ്, അവരിത് പഠിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ അവരെ അന്വേഷിച്ച് പോയി. അവരുടെ അടുത്ത് ചെന്നപ്പോൾ അവർ സംസാരിച്ചപ്പോൾ അവർക്ക് വളരെ താല്പര്യമായി പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. 2 ദിവസം അതിൻ്റെ 2 ലെവൽ പഠിപ്പിച്ചു. കുറേ 10-21 സിമ്പിൾസ് പഠിപ്പിച്ചു. അതിനുശേഷം 3ാമത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ലെവലാണ്, പഠിപ്പിക്കാനുള്ള ലെവലിലേക്ക് നമ്മൾ മാറുക. അപ്പോൾ അത് മുഴുവനും പഠിച്ചിട്ട് ഞാൻ തിരിച്ചു വന്ന് അന്ന് എനിക്ക് ചെറിയ ജോലികൾ ഞാനിങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്ന സമയമാണ്, ചെറുപ്രായത്തിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ജോലിക്ക് പോയി ചിലപ്പോൾ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ 1 മണി 2 മണിയൊക്കെ ആകും. വന്ന് തൃശ്ശൂർ ടൗണിൽ തന്നെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് പൂത്തോളായതുകൊണ്ട് എനിക്ക് അവിടേക്ക് നടന്നെത്താൻ വിഷമമില്ല. അങ്ങനെ തിരിച്ചു വന്ന് 1 മണി 2 മണിയൊക്കെ വരുമ്പോൾ ഞാൻ കുളിച്ച് വൃത്തിയായിട്ട് ഞാൻ പഠിച്ച ഈ റീക്കി കൃത്യമായിട്ട് അതിൽ പറഞ്ഞ രീതിയിൽ കൈകളിൽ സിമ്പിൾസൊക്കെ വരച്ച് അതാത് ഭാഗങ്ങളിൽ വെച്ച് വളരെ സിൻസിയറായിരുന്നു ഞാൻ ആ പഠിക്കുന്നതിനോടൊക്കെ. അതിപ്പോൾ ഞാൻ കരാട്ടെ പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ അത് അർപ്പണബോധത്തോടു കൂടി തന്നെയാണ് പഠിക്കുക. നല്ല ടീച്ചേഴ്സിൻ്റെ അടുത്ത് തന്നെയാണ് പഠിക്കുകയും ചെയ്യുക. അങ്ങനെ ഞാൻ റീക്കി 21 ഡേയ്സ് കൺസിക്യൂട്ടീവായിട്ട് ചെയ്യാൻ പറഞ്ഞു. ചിലപ്പോൾ നമുക്ക് തീരെ വയ്യാണ്ടാവും, കുളിച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ 1 മണിക്കൂർ ഇരുന്ന് ചെയ്യാനുള്ള മനോഭാവം ഉണ്ടാവില്ല. പക്ഷേ ഞാനതൊക്കെ സാക്രിഫൈസ് ചെയ്ത് പറഞ്ഞതൊന്നും തെറ്റിക്കാൻ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അത് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് തന്നെ ഞാൻ തന്നെ ആ ചിട്ടയായിട്ടുള്ള 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാനത് പരിശീലിച്ചു. അങ്ങനെ കാലങ്ങളോളം 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ പിന്നെ നമുക്കത് നമ്മുടെ ലൈഫിലെ ഒരു ഭാഗമായിട്ട് മാറും. അങ്ങനെ മാറിക്കൊണ്ട് ഞാനതിങ്ങനെ പരിശീലിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രാണിക് ഹീലിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് വരേണ്ടതെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു പരിചയക്കാരൻ വന്ന് പറഞ്ഞത്. ഈ പരിചയക്കാരനല്ല, അദ്ദേഹം എന്നെ വന്ന് പരിചയപ്പെട്ടു. ഞാൻ കരാട്ടെ ഇതൊക്കെ ആയിരുന്നു, ട്രെയിനറൊക്കെ ആയിരുന്നു എന്നൊക്കെ അറിഞ്ഞിട്ട് ഇങ്ങനത്തെ പഠിക്കുന്നത് നല്ലതാവും.
അങ്ങനെ അത് അത്ര എനിക്ക് സീരിയസ് ആയിട്ടൊന്നും തോന്നിയില്ല. ഞാൻ വിചാരിച്ചു ഞാൻ പഠിച്ച ഈ വിദ്യേനേക്കാളും വലിയ വിദ്യയൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നിയത്. എന്നാലും ആളുടെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ നോക്കാം, അത് പഠിപ്പിക്കുന്ന ആളായിട്ട് വേണമെങ്കിൽ സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ പഠിപ്പിക്കുന്ന അദ്ദേഹം കണ്ണൂരിൽ നിന്ന് വരുന്ന ഒരാളാണ്, പാനൂർ രവീന്ദ്രൻ സാറ്. അദ്ദേഹം തന്നെ ആദ്യമായിട്ട് യോഗ പ്രാണവിദ്യയുടെ ഈ പ്രാണിക് ഹീലിങ്ങിൻ്റെ ലെവൽ 1 ബേസിക് പഠിപ്പിച്ചത്. അദ്ദേഹം വളരെ നന്മയുള്ള ഒരാളും, ഞാൻ ചോദിക്കുന്നതിനൊക്കെ ഉത്തരം പറഞ്ഞു തരാനും ഒരു മടിയില്ലാതെ ദേഷ്യം വരാതെ ഒക്കെ കേൾക്കുകയും അതിന് ഉത്തരങ്ങൾ പറഞ്ഞു തരികയൊക്കെ ചെയ്തു. അങ്ങനെ ഞാനത് ലെവൽ 1 പഠിക്കുമ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ കുറച്ച് തമാശക്കാരൻ്റെ പോലെ റോളറിഞ്ഞു. ഞാൻ വിചാരിച്ചു അവർ നിർബന്ധിച്ച് പഠിക്കേണ്ടതാണ്, ഇതിലൊക്കെ നമ്മൾ പഠിച്ചതിനേക്കാളും വലിയ അറിവൊന്നും ഇല്ല എന്നാണല്ലോ നമ്മുടെ ചെറുപ്രായത്തിലുള്ള വിചാരം. അങ്ങനെ ഞാൻ പരിശീലിച്ച് തുടങ്ങിയപ്പോഴാണ് സ്കാൻ ചെയ്യുമ്പോഴേക്കും ഒരു തുളസി ഇലനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അന്ന് ക്ലാസ് നടക്കുന്നത് ഇവിടെ യാത്രി നിവാസിലാണ്, തൃശ്ശൂർ ഗവൺമെൻറ് ഇതാണ് യാത്രി നിവാസ്. അവിടെ മുറ്റത്തിറങ്ങി സ്കാനിങ് പഠിക്കുമ്പോൾ ഞാനിങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ തുളസിയുടെ ഇല അകന്ന് പോവുക. എന്നാൽ കാറ്റത്ത് വീശിയതാണോ എന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഒരു എനർജി കൊണ്ട് അതിനൊരു ചെറിയ മൂവ്മെൻറ്റ് വരിക. അപ്പോൾ അതാരോ കണ്ടുപിടിച്ചു. ഇതങ്ങനെ ആവാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ വിചാരം. ഒരിക്കലും അത് സംഭവിക്കാൻ സാധ്യതയില്ലല്ലോ. നമ്മുടെ ഉള്ളിൽ എപ്പോഴും യുക്തിവാദി അല്ലെങ്കിൽ ഇങ്ങനെ വിശ്വാസങ്ങളുണ്ടെങ്കിലും ഉള്ളിലൊരു യുക്തി വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് അത് അങ്ങനെ ആവില്ല. പിന്നെയും അപ്പോൾ എന്നോട് ആരോ പറഞ്ഞു ഒന്നുകൂടെ ഒന്ന് കൈ വലിച്ച് നോക്കി. അപ്പോൾ കൈ വലിക്കുമ്പോൾ അത് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ കൈ കൊണ്ടുപോകുമ്പോൾ അത് മൂവ് ചെയ്യുക. ഇത് സംതിങ് ഈസ് ദർ. എന്നിട്ട് ഞാൻ രവീന്ദ്രൻ സാറോട് ചെന്നത് കാര്യം പറഞ്ഞു. അപ്പോൾ ആളിനോട് പറഞ്ഞു എനർജി ഫോളോസ് ദ തോട്ടിനനുസരിച്ച് എനർജി മൂവ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ കൺഫ്യൂസ്ഡായി. അത് ശരി, ഞാൻ പണ്ട് വിചാരിച്ച പോലെ ഇതൊരു സൈക്കോളജിക്കൽ കുട്ടികളെടുത്ത് ഇങ്ങനെ എടുത്ത് കളയുന്ന, അവരെ തോന്നിപ്പിച്ചിട്ട് കളയണതാണ് അപ്പോൾ ഇതിൻ്റെ ബേസിലെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ പിന്നീട് പഠിച്ച് വരുന്നപ്പോഴാണ് നമ്മുടെ ചിന്തയ്ക്ക് എത്രമാത്രം മഹനീയമായ ശക്തി ഉണ്ടെന്നും ഒരു ആറ്റം ബോംബിനേക്കാളും ശക്തി നമ്മുടെ ചിന്തയ്ക്കുണ്ട് എന്നുള്ളത് മനസ്സിലായത്. ലോകത്ത് പല യുദ്ധങ്ങളുണ്ടായതിനും കാരണം ചില ആളുകളുടെ ചിന്തകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ കാര്യങ്ങളാണല്ലോ. അപ്പോൾ ചിന്തയ്ക്ക് അത് എനർജിയാണെന്നൊക്കെ കാലക്രമേണ പഠിക്കുകയും നമ്മുടെ ശബ്ദത്തിന് അതിനുള്ള ശക്തി ഉണ്ടെന്നും ഫ്രീക്വൻസി, നമ്മളൊരാളെ ചീത്ത പറഞ്ഞ ആൾക്ക് സങ്കടാവില്ലേ, സ്നേഹത്തോട് പറഞ്ഞ ആൾക്കൊരു സാന്ത്വനം കിട്ടില്ലേ. അപ്പോൾ ഈ ശബ്ദങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്നും അതിന് എനർജി ഉണ്ടെന്നും തിരിച്ചറിഞ്ഞപ്പോഴാണ് ഈ എനർജി നമ്മുടെ വിചാരത്തിനനുസരിച്ച് അത് യാത്ര ചെയ്യും, അത് അവിടെ മാനിഫെസ്റ്റ് ചെയ്യും, നല്ല കാര്യങ്ങൾക്കും തിന്മയ്ക്കും വേണ്ടി ഇത് ഉപയോഗിക്കുന്നു ലോകത്ത് പലയിടങ്ങളിൽ നിന്നും മനസ്സിലാവുകയും. അപ്പോൾ ഇത് തയ്യാറാക്കിയ ഗുരുവിനെ ഞാൻ ആദ്യം ആ ഗുരുവിലൊന്നും അത്ര ഫോക്കസ്ഡ് ആയിരുന്നില്ല. പിന്നീട് അർഹത്ഷിപ്പ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഗുരുവിനോടൊരു ബന്ധം സ്ഥാപിക്കപ്പെട്ടത്. അതിങ്ങനെ വളരെ മെർജായി വന്നു. എനിക്ക് അദ്ദേഹത്തോട് ഞാൻ കണ്ടിട്ട് ഇല്ലെങ്കിൽ പോലും, നേരിട്ട് സംസാരിച്ചിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം എൻ്റെ ഉള്ളിൽ അത് കയറി കൂടി എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ ഒരു ബോർഡ് വെക്കാവുന്നൊരു സ്പേസ് എനിക്ക് അവിടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഞാനത് ആ മാസ്റ്ററുടെ പേര് ഇങ്ങനെ എഴുതി വെച്ചു. വെറുതെ അതിലെ പോകുന്ന ആളുകളൊക്കെ കാണട്ടെ. കുറേ വർഷം മുമ്പ് എനിക്കവിടെ ഇപ്പോഴുള്ള മുറിയല്ല, വേറൊരു മുറിയായിരുന്നു അവിടെ. അതിൻ്റെ മുന്നിലൊരു സ്പേസ് ഉള്ളതുകൊണ്ട് ആ എഴുതി വയ്ക്കാൻ ഞാൻ കാണിച്ച ആ സറണ്ടർ ചെയ്ത സ്നേഹമാണ്. അത് കൃത്രിമമായി ചെയ്തതൊന്നുമല്ല, വളരെ ആത്മാർത്ഥമായി ഞാൻ ചെയ്തതാണ്. എനിക്കത് എന്നെ ആരും ഫോൺ ചെയ്യണതൊന്നും എനിക്ക് വേണമെന്നില്ല. വിളിക്കുക, ഈ ഹീലിംഗ് ചെയ്യാനും എനിക്ക് താല്പര്യമില്ല. ഇതായിട്ട് ടീച്ചിങ്ങായിട്ട് എനിക്കൊരു ബന്ധമില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ പേര് ഇങ്ങനെ വായിക്കണം, അദ്ദേഹം ഉണ്ടാക്കിയ സിസ്റ്റത്തിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ പേരും അവിടെ വായിക്കണം എന്നെനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു പ്രബോധനമുണ്ടായി എന്ന് തന്നെ പറയാം. വാക്ക് ശരിയാണ് അർത്ഥം എനിക്കറിയില്ല. അപ്പോൾ അതുണ്ടായി, ഞാനവിടെ എഴുതി വയ്ക്കുകയും പിന്നെ ഈ ബോർഡ് വെച്ച ആൾ ഇതിൻ്റെ മുകളിലാണെന്ന് താഴെയുള്ള കടകളിലൊക്കെ വന്ന് ചോദിച്ചു തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ മുകളിലുള്ള ആളാണ്, അപ്പോൾ ആളുടെ ഫോൺ നമ്പർ അറിയുമോ? അതറിയില്ല എന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ എൻ്റെ നമ്പർ അവിടെ ഒരു സ്റ്റിക്കറിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആരോ ഒരു ഫ്രണ്ട് വരുമ്പോൾ എന്നെ വിളിക്കാൻ പറയാനോ, അത് കണ്ടിട്ട് ആളുകൾ വിളിച്ചു തുടങ്ങി ഇങ്ങനെ ഹീലിംഗ് വേണമായിരുന്നു അവിടേക്ക്. ഇതിനെക്കുറിച്ച് അറിയണ ആളുകൾ, ഹീലിങ്ങിനെ കുറിച്ച് അറിയണ നമ്മുടെ നാട്ടിൽ ഇത് അത്ര അറിവുകൾ നടന്നില്ലും വിദേശ രാജ്യങ്ങളൊക്കെ ധാരാളം അറിയുമല്ലോ. പുറത്തൊക്കെ പോയിട്ടുള്ള ആളുകൾ, യൂറോപ്പ് രാജ്യങ്ങളൊക്കെ പോയിട്ടുള്ള ആളുകൾ കാറിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ട് എന്നെ വിളിക്കുകയും അങ്ങനെ ഇവർക്ക് ഹീലിംഗ് തുടങ്ങി. പിന്നെ അതിങ്ങനെ വ്യാപിച്ചു. ആളുകൾ ഒരുപാട് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു, ഉള്ളതിൽ കൂടുതൽ പറഞ്ഞു ഒക്കെ അതങ്ങോട്ട് പരന്നു, കണ്ടമാനം തിരക്കായി.
എനിക്ക് എല്ലാ ദിവസവും കാലത്ത് നേരത്തെ പോയി വൈകുന്നേരം വരെ അവിടെ ഹീലിംഗ് തന്നെയായി. അതിനിടയിലാണ് എന്നെ വെസ്റ്റ്വുഡ് ഹോസ്പിറ്റലിൽ നിന്ന് MD വിളിച്ചത്. അവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചത്. അങ്ങനെ അവിടെ അത് തുടങ്ങി വർഷങ്ങളോളം അവിടെ ഹീലിംഗ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ പഠിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഗുരുവാണ് എന്നെ നയിച്ചത്. ആ ഗുരു എന്നിലേക്ക് കടന്നു വന്നപ്പോൾ, ആ ഗുരു എന്നിലേക്ക് സ്ഥാനം അല്ലെങ്കിൽ ആ ഗുരുവിലേക്ക് എന്നെ സ്വീകരിച്ചപ്പോൾ, ഗുരുപത്നിയും ഒരു അമ്മയെ പോലെ എന്നെ സ്വീകരിച്ചപ്പോഴാണ് എൻ്റെ ഡെവലപ്മെൻറ്റ്. ഒരു അച്ഛനും അമ്മയും കൂടിയിട്ട് എന്നെ മകനെ എത്രമാത്രം അനുഗ്രഹിക്കാമോ അത്രമാത്രം അനുഗ്രഹിച്ചു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വേറെ ആർക്കും, എല്ലാവർക്കും ഈ ഭാഗ്യം ഉണ്ടാവട്ടെ. ഞാനെപ്പോഴും വിചാരിക്കുക എൻ്റെ അത്ര ഭാഗ്യം ആർക്കും ഉണ്ടായിട്ടില്ല എന്ന്. അത്രമാത്രം ബ്ലെസ്സിങ്സാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ എന്ത് വിചാരിച്ചാലും അത് നടക്കും. ഞാനങ്ങനെ പറയല്ല. എനിക്കിത് പഠിക്കാനും പഠിപ്പിക്കണം എന്ന് എന്നോട് എപ്പോഴും ഈവൻറ്റ് റിട്രീറ്റിനൊക്കെ പങ്കെടുക്കുമ്പോൾ എല്ലാവരും, സാറ് എങ്ങനെയാണ് ഇത്ര ആളുകളെ ഇങ്ങനെ എല്ലാ ദിവസവും പഠിപ്പിക്കുന്നത്, എല്ലാ ആഴ്ചയിലും നിറച്ച ആളുകളെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? എനിക്കറിയില്ല. ഞാൻ അതിന് എന്തുത്തര പറയുക. ആളുകൾ അന്വേഷിച്ച് വരുന്നുണ്ട്, പഠിക്കാൻ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ തയ്യാറാവുന്നുണ്ട്. ഞങ്ങൾ ഈ ഫേസ്ബുക്കിലും ഇതിലൊക്കെ നിറയെ പരസ്യം ചെയ്തിട്ടൊന്നും ഒരാൾ പോലും വിളിക്കണില്ലല്ലോ. അപ്പം ഞാൻ എനിക്ക് തോന്നാറ് ഇതാണ്, എനിക്കൊരു ഇച്ഛാശക്തി ഉണ്ടായിരുന്നു എൻ്റെ ഉള്ളിൽ. ശനി ഞായറും വെറുതെ കളയാൻ പറ്റില്ല. ആസ്പത്രിയിൽ അന്ന് ഹീലിംഗ് ആണ്. ശനി ഞായർ എന്തായാലും ക്ലാസ് എടുക്കുന്നുള്ളതാണ്. ആ ക്ലാസ് എടുത്തേ പറ്റൂ. അതെൻ്റെ ഒരു, നമുക്ക് അത് നടന്നിരിക്കേണ്ട കാര്യമാണെന്നുള്ളൊരു ഉറപ്പ് എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് അതിന് പ്രകൃതി അതിന് തക്ക ആളുകളെ കണക്ട് ചെയ്ത് തന്നെ വിളിക്കുകയും അത് ക്ലാസ്സിലേക്ക് വരികയും അങ്ങനെ എല്ലാ ദിവസവും എല്ലാ ശനി ഞായറും ക്ലാസ്സുകളായി. ഇപ്പോൾ സ്വസ്ഥമായി ഇവിടെ ക്ലാസ്സുകൾ മാത്രമാണ്, ഹീലിങ്ങുകൾ ഇല്ല. അത് അത്ര വളരെ പഴയ ആളുകൾക്കൊക്കെ മാത്രമേ ഹീലിംഗ് കൊടുക്കണുള്ളൂ. ഇങ്ങനെയാണ് ഗുരു എന്നിലേക്ക് വസിച്ചത്. ഞാൻ ഗുരുവിലേക്കും ഗുരുവിൻ്റെ ഫാമിലിയിലേക്കും കടന്ന് അവരുടെ ഒരു മകനായി തീർന്നത്. അതിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. എനിക്ക് തീർച്ചയായിട്ടും അവരെപ്പോഴും ഞാൻ ഈ പറയുന്നത്, അവർ ആകാശത്തിരുന്ന് ഹെവനിലിരുന്ന് ഇതൊക്കെ കേൾക്കുന്നു, അവരുടെ ലാമിലിരുന്നുകൊണ്ട് ഇതൊക്കെ കേൾക്കുന്നു എന്ന് എനിക്കറിയാം. അവർക്ക് വേണ്ടി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട്, നിങ്ങളോടും നന്ദി പറഞ്ഞുകൊണ്ട്, നമസ്തേ. കൃഷ്ണനോടും നന്ദി പറഞ്ഞുകൊണ്ട്, കൃഷ്ണൻ ചോദിച്ചതിന് തന്നെയല്ലേ ഉത്തരം ഞാൻ പറഞ്ഞു. അതെ അതെ, നമസ്തേ നമസ്തേ. പറയുമ്പോൾ ഇങ്ങനെ മാറി മാറി പോവുക. മാസ്റ്റർ ഇത്ര വർഷങ്ങളായിട്ട് പ്രാക്ടീസുകളും ടീച്ചിങ്ങുകളും ഒക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ആ ഡിറ്റർമിനേഷനും ഫോക്കസും ഒക്കെ ഇപ്പോഴും ലാസ്റ്റ് നമ്മളൊരു പ്രോജക്റ്റ് ഇപ്പോൾ സംസാരിച്ച സമയത്തുമൊക്കെ അടുത്ത ഇൻ്റർനാഷണൽ ഈവൻറ്റിന് ഇത്ര നമ്പർ ഓഫ് അർഹാത്തിക് യോഗീനെ തീർച്ചയായും നമ്മൾ 150 പേരെ നമ്മൾ അത്തരത്തിലുള്ള പ്രോജക്റ്റുകളൊക്കെ മാസ്റ്റർ സംസാരിച്ചു. അതിനൊക്കെ ഉള്ള ഗുരുക്കന്മാരുടെ അനുഗ്രഹം, സർവേശ്വരൻ്റെ അനുഗ്രഹം, അതെ ഈ ഭൂമി ദേവിയുടെ അനുഗ്രഹം എല്ലാം ഉണ്ടാക്കട്ടെ. ഈ പ്രകൃതി ദേവിയുടെ സുന്ദരിയായ മനോഹാരിതയായ ദേവിയുടെ അനുഗ്രഹം. മാസ്റ്റർ ഞങ്ങൾ കാറിൽ വരുന്ന സമയത്തൊക്കെ പറയുമായിരുന്നു, മാസ്റ്ററുടെ ഒബ്സർവേഷൻ സ്കിൽ അനുസരിച്ചിട്ട്. മാസ്റ്റർ ഞാൻ ആദ്യമേ പറഞ്ഞപ്പോൾ ഒബ്സർവേഷനെ പറ്റി പറഞ്ഞില്ല, ഫോക്കസും ഡിറ്റർമിനേഷനും ഡിവോഷനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഒബ്സർവേഷൻ സ്കിൽ ഹയസ്റ്റ് പീക്കായിട്ട് നിൽക്കുന്ന ഒരു സ്കില്ലാണ് മാസ്റ്ററുടേത്. അപ്പോൾ എൻ്റെ ചില കുറവുകളെ പറ്റി മാസ്റ്റർ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു, അതെല്ലാവർക്കും. അപ്പോൾ അത് ആ കുറവുകളെല്ലാം നികത്തി മാസ്റ്ററുടെ എനിക്കുള്ള കുറവ് കൃഷ്ണന് പറഞ്ഞു തരാൻ പറ്റും. അതെല്ലാം നികത്തി മാസ്റ്ററോടൊപ്പം വളരെ ശക്തിയായിട്ട് നിൽക്കാനൊക്കെ ഞങ്ങൾക്ക് സാധിക്കട്ടെ. മാസ്റ്റർ എന്തൊക്കെയാണോ ഉദ്ദേശിക്കുന്ന ആ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കാര്യങ്ങൾ അങ്ങനെ തന്നെ നടക്കും. തീർച്ചയായും. താങ്ക് യു സോ മച്ച്. നമസ്തേ.